ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ തിരക്കൽക്കിടയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പോ ഞാൻ ഈ കാര്യം പറയുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഇതൊന്ന് നിങ്ങൾ കേട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇങ്ങനെ വേണ്ട മനുഷ്യര്. ഞാൻ രണ്ട് വാക്ക് ഇതിനെപ്പറ്റി പറഞ്ഞില്ലെങ്കിലില്ലേ, ഞാൻ ആ വീഡിയോ ചെയ്താലും ഒരു അർത്ഥം ഉണ്ടാവില്ല. ഞാൻ ഇന്നലെ രാത്രി കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. വേറെ ഒന്നുമല്ല, ഞാൻ ഇന്നലെ കുമ്പളങ്ങിയില് ജിതിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനിയന് വേണ്ടിയിട്ട് 2 വൃക്കകളും തകരാറിലായ ആ അനിയന് വേണ്ടിയിട്ട് ഒരു ചികിത്സാ സഹായം ചോദിച്ച് ഞാൻ അവരുടെ വീട്ടിൽ പോയി എടുത്ത വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തത്. എന്നിട്ട് അതിൽ വന്നിട്ട് ആരൊക്കെയോ സ്ട്രൈക്ക് അടിച്ച് ചീറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് യൂട്യൂബിൽ നിന്ന് മെയിൽ വരും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഉടനെ തന്നെ ആ മെയിൽ വന്നപ്പോൾ തന്നെ ആ വീഡിയോ റിമൂവ് ചെയ്ത് ഞാൻ വിളിച്ച് ജിതിനോട് കാര്യം പറയുകയും ചെയ്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കൂലേ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഉടനെ എന്താ കാരണമൊന്നുമില്ലാതെ ഡിലീറ്റ് ആക്കിയെന്ന്. അപ്പൊ എനിക്ക് 2 വാക്ക് പറയാനുള്ളത് കൊണ്ടിട്ട് ഞാനിപ്പോ ഈ വീഡിയോ എടുക്കണതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ വീഡിയോ ചെയ്തതിൽ ഒരർത്ഥമില്ലാതെ പോകും. എന്തിനാണ് മറ്റുള്ളവരെങ്ങനെ ഉപദ്രവിക്കണം? ഞാൻ ഈ സ്ട്രൈക്ക് അടിച്ച ആൾക്കാരോട് പറയണം കേട്ടാ, അസുഖങ്ങൾ ആർക്കും വരാം. ഇപ്പൊ ഇന്ന് എനിക്കാണെങ്കിൽ നാളെ നിങ്ങൾക്കായിരിക്കും. ഇന്ന് കാണുന്ന ആൾക്കാരെ നാളെ കാണണില്ല. അതെങ്ങനെയെങ്കിലും ജീവിച്ചു പോകൂലേ? ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ? എനിക്ക് അത്രേ പറയാനുള്ളൂ. ദൈവവും നിങ്ങളുമായിട്ട് കാണും. അത് എന്റെ മനസ്സിൽ തൊട്ട് പറയണേ. ഞാനൊരു എന്താ പറയുക, ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത്. അതിൽ വന്നിട്ടാണ് നിങ്ങള് സ്ട്രൈക്ക് അടിച്ചിട്ട് പോയത്. ഞാൻ ഈ സ്ട്രൈക്ക് അടിച്ച ആൾക്കാരോടാണ് കേട്ടാ പറയണത്. സപ്പോർട്ട് ചെയ്ത കുറെ പേരുണ്ടായിരുന്നു. നന്നായി വരട്ടെ. എനിക്ക് അത്രേ പറയാനുള്ളൂ, നന്നായി വരട്ടെ. സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ എനിക്ക് എന്റെ സങ്കടവും ഉദ്ദേശവും ഒന്നും ഈ വീഡിയോ കണ്ടപ്പോൾ അടക്കാൻ കഴിഞ്ഞില്ല. വേറൊന്നുമല്ല, ഈ ഒരു സെയിം സിറ്റുവേഷനിലൂടെയാണ് ഞാനിപ്പോ കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലില്. അപ്പൊ അതൊന്ന് നിങ്ങൾ പോയി കണ്ടു നോക്കട്ടോ. അപ്പൊ എനിക്ക് ഈ ഒരു പ്രവൃത്തി ചെയ്തവരോട് പറയാനുള്ളത്, കാരണം പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ 2 കിഡ്നികളും തകർന്നു പോയിട്ട് അതിന് എഗൻസ്റ്റ് ഒരു സഹായം ചോദിച്ചൊരു വീഡിയോ ഇട്ട സമയത്ത് അതിന്റെ അടിയിലൊക്കെ പോയിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ മാത്രം ഇത്രയും മനുഷ്യത്വരഹിതമുള്ള ആൾക്കാരുള്ള ഭൂമിയിലാണല്ലോ ഞാനും ജീവിക്കുന്നതെന്നോ ആലോചിക്കുമ്പോണ്ടല്ലോ എനിക്ക് സത്യസന്ധമായിട്ട് പറയുവാണെങ്കിലോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ? ഇതുപോലുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ, ഈ വീഡിയോക്ക് മുന്നിൽ വന്നിരുന്നിട്ട് സഹായം ചോദിക്കുമ്പോഴുള്ള അവരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കറിയാമോ? അറിയില്ലല്ലോ. നിങ്ങളുടെ കുടുംബത്തിലും അതുപോലെ ഒരു അസുഖം വരുമ്പോഴാണ് നിങ്ങൾക്ക് എത്രത്തോളം അവർ ഫിനാൻഷ്യലി മെന്റലി ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്നത് മനസ്സിലാവുള്ളൂ. കാരണം അതുപോലെ ഒരു സ്റ്റേജിലാണ് ഞാനിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ട്രഗിൾ, മെന്റലി ഉള്ള സ്ട്രഗിൾ ഉണ്ടല്ലോ, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിനിടയ്ക്കാണ് ഇതുപോലുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നവരുടെ വീഡിയോക്ക് പോയിട്ട് സ്ട്രൈക്ക് കൊടുക്കുക. അതുപോലെയുള്ള എന്താ പറയുന്നേ, സഹായിച്ചില്ലെങ്കിലും നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഒന്ന് ഉപദ്രവിക്കാതിരുന്നൂടെ? ആ പാവം ആ വ്യക്തിക്ക് കിട്ടേണ്ട എന്താ പറയുന്നേ സഹായം കൂടി നിങ്ങൾക്ക് ഇല്ലാതാക്കിയല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾ നേടിയത്? നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, വളരെ ഉപകാരമുണ്ട് കേട്ടോ, വളരെ വളരെ ഉപകാരമുണ്ട്. ഇത് ചെയ്ത് ആരാണെങ്കിലും ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആരാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ളത് നിങ്ങൾക്ക് കിട്ടും. കാരണം അത്രയും ഒരു മഹാപാപമാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ അത് എന്താണ് ഫേക്ക് ആണെന്ന്. നിങ്ങൾ പോയി കണ്ടായിരുന്നോ അത് ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളത്? അറ്റ്ലീസ്റ്റ് അത് എന്താ പറയുന്നേ, നിങ്ങളെപ്പോലുള്ളവരൊക്കെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് സ്ട്രൈക്ക് ഒക്കെ കൊടുക്കാൻ മാത്രം ഇത്രയും അതപ്പതിച്ച ഒരു മനുഷ്യത്വരഹിതമായ ഒരു മനസ്സൊക്കെ നിങ്ങൾക്കുണ്ടല്ലോ. കഷ്ടം എന്നല്ലാതെ വേറെ എന്ത് പറയാനാ. നന്ദിയുണ്ട്. അപ്പൊ ശരി.